പ്രധാനമായി ഗവൺമെൻറ്റിൻ്റെ ഒരു സർക്കുലർ ഞങ്ങൾ ഇറക്കിയിരുന്നു. അതിവിടെ ഞങ്ങൾ പറഞ്ഞു, ഏതെങ്കിലും മതജാതി പ്രസ്ഥാനങ്ങളുടെ സിഗ്നലുകളോ സിംബലുകളോ ഫ്ലക്സുകളോ അല്ലെങ്കിൽ ലഘുലേഖകളോ ഒക്കെ പൂരവേദികളിൽ അവതരിപ്പിക്കുന്നുണ്ടായിക്കൂടാ. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ സിംബലുകളോ കൊടികളോ അതിൻ്റെ പ്രചരണ വേദിയായി പൂരവേദി മാറ്റിക്കൂടാ. കർശനമായി ആ വിഷയത്തിൽ പോലീസ് നിലപാട് സ്വീകരിച്ച് അതിന് ഗവൺമെൻറ് കൃത്യമായി ഇടപെടുന്നതാണ് എന്ന കാര്യം പറഞ്ഞു. ഒരു കാരണവശാലും അത് അനുവദിക്കുന്നില്ല. അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. സമീപകാലത്ത് നിങ്ങൾക്കറിയാൻ ചില പ്രശ്നങ്ങളിൽ പ്രദേശങ്ങൾ ഒറ്റപ്പെട്ട രൂപത്തിൽ ചില വിഷയങ്ങൾ വളർന്നു വന്നിരുന്നു. അതിനെ തുടർന്നാണ് ഗവൺമെൻറ് തന്നെ ഈ കാര്യത്തിൽ ക്ഷേത്രങ്ങളിൽ ഉത്സവം നടക്കുമ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പാടില്ല, ഒരു മതത്തിൻ്റെയും പ്രത്യേക സിംബലുകളോ ഫ്ലക്സുകളോ ബോർഡുകളോ പ്രചരണമോ വേദിയാക്കി ഇതിനെ മാറ്റിക്കൂടാ എന്ന കാര്യം കൃത്യമായി പറയും. എന്തോ അതെ, നമ്മൾ പൂരം നടക്കുന്ന വേദികൾ ഇത് ഒന്നിൻ്റെയും പ്രദർശിപ്പിക്കാൻ പാടില്ല ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ. അല്ല, ഒരു പ്രയാസവും അക്കാര്യത്തിൽ ഉണ്ടാകില്ല. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഞാനത് പറഞ്ഞു, നേരത്തെ ബാരിക്കേഡുകൾ വെച്ച് പ്രത്യേകമായി ആ ഘട്ടത്തിൽ തടുക്കില്ല. പൂരം അതിൻ്റെ എല്ലാവിധത്തിലുള്ള നടപടിക്രമങ്ങളോടെ ഉപചാരങ്ങളോടെ അത് കടന്നു പോയതിന് ശേഷമായിരിക്കും തുടർന്നുള്ള നടപടിക്രമങ്ങളിലേക്ക് കിടക്കുക. എക്സിബിഷനും രാത്രി 12 മണി വരെ അനുവദിക്കാം എന്നുള്ള പൊതുധാരണ പൂരത്തിന് അന്ന് കഴിഞ്ഞ പ്രാവശ്യം അതൊരു ഡിസ്പ്യൂട്ട് ഉണ്ടായിരുന്നു. എക്സിബിഷനും രാത്രി 12 മണി വരെ അനുവദിക്കാം എന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. സാധാരണ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പരിമിതപ്പെടുത്തലല്ലാതെ പ്രത്യേകിച്ചില്ല. നമ്മളൊരു എന്നാണ് സാധാരണ വെപ്പ്. അത് ആ വിധത്തിൽ തന്നെ ഒരു പരസ്പര ധാരണയിൽ അത് പോകും. ആദ്യം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ബന്ധപ്പെട്ട എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ വിവിധ ഏജൻസികളുടെ യോഗം വിളിച്ചു ചേർത്തു. അതിനുശേഷം ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രിയുടെ അധ്യക്ഷതയിൽ ജില്ലയിലെ മന്ത്രിമാർ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് 2 യോഗങ്ങൾ വിളിച്ചു ചേർത്തു. ജില്ലയിലെ മന്ത്രിമാർ എന്നുള്ള നിലയ്ക്ക് ഞാനും രാജമിനിസ്റ്ററും പങ്കെടുത്ത് 2 യോഗങ്ങൾ വിളിച്ചു ചേർത്തു. അങ്ങനെ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ഉൾപ്പെടെ നിലനിന്നിരുന്ന ഒരു അന്തരീക്ഷത്തിൽ നിന്ന് വളരെ തെളിമയാർന്ന പരസ്പരം എല്ലാവരും ധാരണയിൽ എത്തിച്ചേർന്നിട്ടുള്ള ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ വന്നു ചേരുന്ന ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് പൂരം വളരെ ഹൃദ്യമായ നിലയിൽ ആസ്വദിച്ച് പോകാൻ കഴിയുന്ന വിധത്തിലുള്ള പരസ്പര ധാരണ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലും ദേവസ്വങ്ങൾ തമ്മിലും ജില്ലാ ഭരണകൂടവും പോലീസും ഒക്കെയായിട്ട് ബന്ധപ്പെട്ടും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ആവശ്യമായ നിയമോപദേശങ്ങൾ കൂടി ലഭ്യമാക്കിക്കൊണ്ട് അതിൻ്റെ വെളിച്ചത്തിലാണ് തീരുമാനങ്ങളൊക്കെ എടുക്കപ്പെട്ടിട്ടുള്ളത്. വ്യവസ്ഥാപിതമായ മാർഗത്തിൽ ഓരോരുത്തരും ചെയ്യേണ്ടുന്നതായ ചുമതലകൾ കൃത്യമാക്കി നൽകിയിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഒരു തർക്കത്തിന്റെ സ്കോപ്പ് ഇത്തവണ ഒരിക്കലും ഉണ്ടാക്കില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളോട് അഭ്യർത്ഥിക്കാനുള്ളത്, ആ ഒരു അനുരഞ്ജനാത്മകമായ അന്തരീക്ഷം നിലനിർത്തി മുന്നോട്ട് പോകാൻ നിങ്ങളുടെ എല്ലാ സഹായവും പിന്തുണയും ഉണ്ടാകണമെന്നുള്ളതാണ്. നമ്മുടെ കേരളത്തിന്റെ ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു പരിപാടിയാണ് തൃശ്ശൂർ പൂരം. ലോക ടൂറിസം മാപ്പിൽ തന്നെ കേരളത്തെ അടയാളപ്പെടുത്തുന്ന ഒന്ന്. ആ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി തന്നെ നമുക്ക് ഏവർക്കും പൂരവുമായി ബന്ധപ്പെട്ട സംഘാടനത്തിന്റെ ചുമതലകൾ നിർവഹിക്കാനുണ്ട്. മാധ്യമങ്ങൾ അതിൽ വലിയൊരു പങ്ക് വഹിക്കേണ്ടവരാണ്. ആ ഒരു ചുമതല നിങ്ങളെ ഞങ്ങൾ സ്നേഹപൂർവ്വം ഏൽപ്പിക്കുകയാണ്. സാധാരണ നിലയിൽ അനാവശ്യമായി വാഹനങ്ങൾ വരാൻ പാടില്ല, അത്രേ ഉള്ളൂ. വേറെ വിവാദമൊന്നുമില്ല. കാറ് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അത് പടിഞ്ഞാറ് കോട്ടയിലും തടുക്കും, കിഴക്കേ കോട്ടയിലും തടുക്കും, ശക്തനിലും തടുക്കും. ഈ ആംബുലൻസിന്റെ ലൈറ്റും പടവും ഉണ്ടെങ്കിൽ അകത്തേക്ക് കയറും. അത് വേണ്ടെന്നാ പറഞ്ഞത്, വേറെ ഒന്നുമില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? അത് ഇവിടെ സാധാരണ നിലയ്ക്ക് വളണ്ടിയർമാരെ ഏർപ്പാടാക്കുന്നത് പോലീസും ജില്ലാ ഭരണകൂടവും അവരും തമ്മിലൊരു പൊതുധാരണ ഇതിനകം ഉണ്ടാക്കിയിട്ടുണ്ട്. മാത്രമല്ല 2 മണി കഴിഞ്ഞിട്ട് എവിക്ഷൻ ആരംഭിക്കും. സ്വരാജ് റൗണ്ടിൽ നിന്ന് ഇത്തവണ 2 മണിയോട് കൂടി, അല്ലേ രമേശ്? 2 മണിയോട് കൂടിയേ ആളുകളെ മാറ്റൽ ആരംഭിക്കുള്ളൂ. അതുകൊണ്ട് പൂരം കാണാൻ ആർക്കും പ്രശ്നമില്ല, എഴുന്നള്ളി വരാൻ ആർക്കും പ്രശ്നമില്ല. 2 മണി കഴിഞ്ഞാൽ നിൽക്കാൻ പച്ചവര മാർക്ക് ചെയ്തോടത്തൊക്കെ പച്ചയ്ക്ക് നിൽക്കാം, ചുവന്നവര മാർക്ക് ചെയ്ത ആളുകളെ അങ്ങോട്ട് സ്ഥലത്ത് നിന്ന് മാറ്റും. അത്ര ഉണ്ടാവും, വളരെ എളുപ്പമാവും. വെടിക്കെട്ട് സമയത്ത് ഇഷ്യൂ ചെയ്യുന്ന പാസ് ജില്ലാ ഭരണകൂടം പിന്നെ അനുവാദത്തോടു കൂടി കൊടുക്കുന്ന പാസ്സായിരിക്കും.
ഇതിൻ്റെ നമ്പർ പൊതുവിൽ ആലോചിച്ചിട്ടുണ്ട്. അത് ഓരോരുത്തർക്കും വെടിക്കെട്ടിന് സഹായം വേണ്ടിയിട്ടാണ്, കാണാൻ വേണ്ടിയിട്ടല്ല, അത് സഹായത്തിന് വേണ്ടിയാണ്, കുഴി കുത്താനും വെടിമരുന്ന് നിറയ്ക്കാനും ആവശ്യത്തിന് വേണ്ടിയാണ്. അതിൻ്റെ ഒരു നമ്പർ സാങ്കേതികമായി ചോദിച്ച് അതിനനുസരിച്ച് കൊടുക്കും. കാണാനുള്ള പാസ്സില്ല. ആളുകളോട് പ്രത്യേകിച്ച് പറയേണ്ടതുണ്ട്, വെടിക്കെട്ട് കാണാൻ ജില്ലാ ഭരണകൂടം പാസ് കൊടുക്കുന്നുണ്ട്. അതിൽ 10 എണ്ണം കിട്ടുമെന്ന് ചോദിച്ച് വിളികൾ ധാരാളമായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഒരു പാസ്സില്ല.